ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 49 വരെയുള്ള വചനഭാഗം നമുക്ക് ധ്യാനിക്കാം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? കർത്താവിൻ്റെ വളരെ ശക്തമായൊരു ചോദ്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. വളരെ ശ്രദ്ധേയമാണ് ഈ കാലഘട്ടത്തിൽ ഈ ഒരു വചനഭാഗം. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സ്വഭാവത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ക്രിസ്ത്യാനി എന്ന തലത്തിൽ ദൈവവുമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നാം ജീവിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നതിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നാം വളരെ ശക്തമായി തിരുത്തേണ്ട ഒരു മേഖലയാണ് ഈ തലമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പല വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം ക്രിസ്തുനാമത്തെ വിളിക്കുന്നില്ലെങ്കിൽ പോലും, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുറക്കെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പോലും, അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ പ്രവൃത്തി കൊണ്ട്, അവരുടെ ചര്യകൾ കൊണ്ട് അവർ നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ സ്വഭാവം എന്താണ്? നമ്മുടെ ജീവിതം എന്താണ്? ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ പരിശോധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് നമ്മെ വിളിക്കുകയാണ്. സഹോദരങ്ങളെ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നാം പ്രഥമമായിട്ട് കണ്ടെത്തേണ്ടത്. പലപ്പോഴും ക്രിസ്തുവിൻ്റെ നാമം നാം ഉപയോഗിക്കുകയും വിളിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു വിളിയാണോ, അതോ നമ്മുടെ വാക്കുകൾ കൊണ്ട് ബാഹ്യമായി പുറത്തു വരുന്നൊരു വിളിയാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു കൊച്ചുകുഞ്ഞ് അതിൻ്റെ പിതാവിനെ അപ്പ എന്ന് വിളിക്കുന്നു, അമ്മ എന്ന് വിളിക്കുന്നു. എങ്ങനെയാണ് ഈ കൊച്ചുകുഞ്ഞ് തൻ്റെ പിതാവിനെ അപ്പ എന്നും അമ്മ എന്നും വിളിക്കാനുള്ള പ്രേരണ ഈ കുഞ്ഞിന് കിട്ടുന്നത്? ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ, ശരീരത്തിൽ ഈ അപ്പൻ്റെയും അമ്മയുടെയും സാന്നിധ്യവും സ്പർശനവും എല്ലാം പൂർണ്ണമായി അനുഭവിക്കുകയും അങ്ങനെ ഈ സാന്നിധ്യത്തിൻ്റെയും സ്പർശനത്തിൻ്റെയും എല്ലാം അനുഭവത്തിൻ്റെ ഫലമായി ഈ ശിശുവിൻ്റെ മനസ്സിലേക്ക് ഇത് അപ്പനാണ്, ഇത് അമ്മയാണ് എന്നുള്ള ബോധ്യവും കാഴ്ചപ്പാടും കടന്നു വരികയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ അമ്മ ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്നു ഇത് അപ്പനാണ് എന്ന്. ഈ അമ്മയുടെ സാന്നിധ്യവും സ്പർശനവും ലാളനയും കൊണ്ട് ഈ കുഞ്ഞ് തിരിച്ചറിയുന്നു അത് അമ്മയാണ് എന്ന്. സഹോദരങ്ങളെ, ഒരു ആ വ്യക്തിയെ ആഗ്രഹിക്കുന്ന സംബോധന നൽകി വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ തൊടുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഈ ഒരു തലത്തിലേക്ക് നാം കടന്നു വരേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. ക്രിസ്തുവിനെ കർത്താവേ എന്ന് നാം വിളിക്കണമെങ്കിൽ കർത്തൃത്വം വഹിക്കുന്നവൻ, എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം വഹിക്കുന്നവൻ ക്രിസ്തുവാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മുടെ ചിന്ത അല്ല കടന്നു വരേണ്ടത്, നമ്മുടെ ബുദ്ധിയല്ല കടന്നു വരേണ്ടത്. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഓരോ വിചാരങ്ങളും, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും കടന്നു വരേണ്ടിയിരിക്കുന്നു. കർത്താവേ എന്ന് നമ്മൾ മനസ്സ് തുറന്ന് ക്രിസ്തുവിനെ വിളിക്കുമ്പോൾ അത് എൻ്റെ ശരീരത്തിൽ നിന്നുള്ള, എൻ്റെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്നുള്ള ഒരു വിളിയായിരിക്കണമെന്നുള്ളതാണ്. അങ്ങനെ വിളിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഹൃദയം കൊണ്ട് ക്രിസ്തുവിനെ വിളിക്കുകയും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറയുന്നതിനെ ഒരിക്കലും ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ പ്രവർത്തികളെ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്ന് നാം തിരിച്ചറിയണം. പലപ്പോഴും ഇന്ന് നാം ഓരോരുത്തരും നാമമാത്ര ക്രിസ്ത്യാനികളായി ജീവിക്കുന്നു. നാമമാത്ര ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ പേരുകൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, ചിട്ടകൾ കൊണ്ട്, ചടങ്ങുകൾ കൊണ്ട് നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്. ഞാൻ ഈ അടുത്ത കാലത്തൊരു ദേവാലയത്തിൽ പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ അവിടെ കുറേ ആളുകൾ വന്നിരിക്കുന്നുണ്ട്. പകൽ സമയത്തെ ഒരു ധ്യാനമാണ്. വൈകുന്നേരം പ്രധാന കൺവെൻഷനുണ്ട്, പകൽ സമയത്ത് ധ്യാനം നടക്കുന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം കുറേ ആളുകൾ കടന്നു വന്നിരിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. സാധാരണ രീതിയിൽ ദേവാലയങ്ങളിൽ പകൽ ധ്യാനങ്ങളിൽ കൂടുതൽ സ്ത്രീകളെ കാണാറുണ്ട്. പുരുഷന്മാർ വളരെ ചുരുക്കം മാത്രമേ അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഞാൻ ആ സ്ത്രീകളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്? അതുപോലെ തന്നെ ഇടവകയിൽ നിങ്ങൾ മാത്രമല്ല ഉള്ളൂ, വേറെ ഒരുപാട് ആളുകളുണ്ട്, അവരൊന്നും എന്തുകൊണ്ടാണ് ഈ ദേവാലയത്തിൽ ഇങ്ങനെ വന്ന് ഇരിക്കാത്തത്? ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ അതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെയാണ് ഒരു കൺക്ലൂഷനിലെത്തിയത്. അവിടെ കടന്നു വന്നിരിക്കുന്ന ആളുകൾ സാധാരണ രീതിയിൽ എപ്പോൾ പകൽ യോഗങ്ങൾ വെച്ചാലും അവിടെ കടന്നു വരുന്നവരാണ്. എന്ന് പറഞ്ഞാൽ പകൽ യോഗങ്ങൾ ദേവാലയത്തിൽ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രാർത്ഥനായോഗം സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനായോഗത്തിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. കാരണം അത് അവരുടെ ശീലത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ കുറേ ആളുകൾ വൈകുന്നേരം കൺവെൻഷന് മാത്രം പങ്കെടുക്കും,
പകൽ സമയത്തെ യോഗങ്ങൾ വരികയില്ല. അത് ഏത് വലിയ പ്രഘോഷണം വന്നെന്ന് പറഞ്ഞാലും എങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടന്നാലും വരികയില്ല. വൈകുന്നേരത്തെ ചില ചടങ്ങ് എന്ന വണ്ണമുള്ള കൺവെൻഷനുകളിൽ മാത്രമാണ് അവർ വരികയുള്ളൂ. അപ്പോൾ കുറേ ആളുകൾ ഒരു ശീലത്തിൻ്റെ ഭാഗമായി പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നു, കുറേ ആളുകൾ ഒരു ശീലത്തിൻ്റെ ഭാഗമായി പ്രാർത്ഥനയ്ക്ക് കടന്നു വരാതിരിക്കുന്നു. ഇവിടെ ഈ രണ്ട് സമൂഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വരുന്ന വ്യക്തിയും ക്രിസ്തുവിനെ ആരാധിക്കുന്ന വ്യക്തിയും സ്തോത്രവും ഹല്ലേലൂയാകളും വിളിച്ച് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളും ഇതിന് ചെയ്യാതിരിക്കുന്ന വ്യക്തികളും തമ്മിൽ പലപ്പോഴും ഒരു വ്യത്യാസവും കാണാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഒരു സമൂഹം അവരുടെ ശീലത്തിൻ്റെ ഭാഗമായിട്ട് പള്ളിയിൽ കടന്നു വരുന്നു, ഒരു സമൂഹം അവരുടെ ശീലത്തിൻ്റെ ഭാഗമായിട്ട് പള്ളിയിൽ കടന്നു വരാതിരിക്കുന്നു. അപ്പോൾ രണ്ട് കൂട്ടരും അവരവരുടെ ശീലത്തിൻ്റെ ഭാഗമായിട്ട് പ്രതികരിക്കുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ ദേവാലയത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. വളരെ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അത് ശീലിപ്പിച്ചു. നമ്മുടെ മാതാപിതാക്കൾ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ആരാധനയിൽ സംബന്ധിക്കാറുണ്ടായിരുന്നു, സൺഡേ സ്കൂളുകളിലും മറ്റും പഠിക്കാൻ തക്കവണ്ണം നമ്മളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചിട്ടയുടെ ഭാഗമായിട്ട് ഈ ദേവാലയ സന്ദർശനവും പ്രാർത്ഥനയും മാറിയത് കൊണ്ടാണ് ഇന്നും നമ്മിൽ പലരും ദേവാലയത്തിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ചില ആളുകൾ എന്തുകൊണ്ടാണ് വരാതിരുന്നത്? അവരുടെ മാതാപിതാക്കൾ ചെറുപ്പം മുതൽ അത്ര വലിയ പ്രാർത്ഥനയൊന്നും ആളുകളായിരുന്നില്ല, ഒത്തിരി ദേവാലയത്തിൽ പോകുന്ന ആളുകളായിരുന്നില്ല. അതുകൊണ്ട് അത് അവരുടെ ജീവിതത്തിലെ ശീലമുള്ള ഒരു തലമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലുതായപ്പോഴും അവർക്കത് അവരുടെ ജീവിതത്തിൽ ഒരു ശീലമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് അവർ പലരും ദേവാലയത്തിൽ കടന്നു വരുന്നില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ദേവാലയവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് ഏത് തലത്തിൽ നിൽക്കുന്നു എന്ന യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. ഒരു ശീലത്തിൻ്റെ ഭാഗമായി പള്ളിയിൽ വരുന്നു, ഒരു ശീലത്തിൻ്റെ ഭാഗമായി പ്രാർത്ഥനയ്ക്ക് വരുന്നു എന്നുള്ളതെല്ലാം തിരുത്തപ്പെടേണ്ട തലങ്ങളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണം, നമ്മുടെ മനസ്സിൻ്റെ ദാഹത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണം. ഒരു ആരാധനയ്ക്കായിട്ട് നാം കടന്നു പോകുന്നത് എന്തുകൊണ്ടായിരിക്കണം? എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സുകൊണ്ട് ഒരു ആരാധനയ്ക്ക് വരാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ കടന്നു വരുന്നു. ആ ആഗ്രഹത്തിനൊത്ത് ഞാൻ ആരാധനയ്ക്കായി കടന്നു വരുന്നു. സാധാരണ ദിവസങ്ങളിൽ ദേവാലയങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന നടക്കാറുണ്ട്. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ദിവസങ്ങളിലൊക്കെ കുർബാന നടക്കുമ്പോൾ ആ സമയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്കായി കടന്നു വരുന്ന ആളുകളോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. സാധാരണ ദിവസങ്ങളിൽ ഞായറാഴ്ചയിൽ കുർബാനയിൽ സംബന്ധിക്കുന്ന ആളുകളേക്കാൾ കൂടുതലായിട്ട് ദിവസങ്ങളിൽ ആരുടെയും നിർബന്ധമോ പ്രേരണയോ ഒന്നും കൂടാതെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ആളുകളോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം മറ്റൊന്നുമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമാണ്. ആ ആഗ്രഹത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ആരും നിർബന്ധിക്കാതെ തന്നെ ദിവസങ്ങളിൽ വരണമെന്നുള്ളത് അത്ര നിർബന്ധമല്ലെങ്കിൽ പോലും ആ ആരാധനയ്ക്കായി കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം തയ്യാറാകുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരാഗ്രഹത്തിൻ്റെ ഭാഗമായി മാറട്ടെ. ശീലത്തിൻ്റെ ഭാഗം എന്നുള്ളത് ആഗ്രഹത്തിൻ്റെ ഭാഗമായി മാറട്ടെ. എന്താഗ്രഹമാണ്? ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള ആഗ്രഹം, ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുവാനുള്ള ആഗ്രഹം. ഈ ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ദാഹത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും കർത്താവെ എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പറയുന്ന പ്രവൃത്തികളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കാതെ നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നത് വ്യർത്ഥമായി തീരുന്നു എന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ളവരെക്കുറിച്ച് അവരെങ്ങനെയുള്ളവരാണ് എന്ന് അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ വളരെ നല്ല ചില ഉദാഹരണങ്ങളിലൂടെ കർത്താവ് അത് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. യേശു ഇങ്ങനെയാണ് പറയുക, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേൾക്കുന്നവൻ ആരാണെന്ന് ഞാൻ പറയാം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ എന്ന് പറഞ്ഞാൽ, ആഴത്തിൽ കുഴിച്ച് പാറയിൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാണ് ദൈവത്തിൻ്റെ വചനം പാലിക്കുന്ന വ്യക്തി എന്നാണ് കർത്താവ് ചെയ്യുക. വചനം കേൾക്കുന്ന വ്യക്തി എന്നുള്ളതല്ല. ഇത് പലപ്പോഴും ഒത്തിരി ആളുകൾ വചനം കേൾക്കാനായിട്ട് കടന്നു വരുന്നുണ്ട്. വചനം പാലിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വചനം കേൾക്കുന്നതിനെ പല ആളുകളും മനസ്സിലാക്കുന്നത്. സുവിശേഷ യോഗങ്ങൾക്കൊക്കെ ഇന്ന് ആളുകൾ കൂടുന്നതിൻ്റെ കാരണം അതാണ്. വചനം കേൾക്കാനായിട്ട് പോയി. പല ആളുകളും പറയാറുണ്ട്, ഞാൻ വചനം കേൾക്കാൻ പോയതാണ്, ഞാൻ വചനം കേൾക്കാൻ പോയതാണ്, ഞാൻ ധ്യാനം കൂടാൻ പോയതാണ്, ഞാൻ പ്രസംഗം കേൾക്കാൻ പോയതാണ്. കേൾക്കാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ ഞാനിന്ന് വചനം പാലിക്കാനായിട്ട് പോയതാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഒരു പ്രസംഗം കേൾക്കാൻ പോകുമ്പോഴല്ല, ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ വചനം പാലിക്കാനായിട്ട് പോവുകയാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഞാൻ പഠിക്കാനായിട്ടെന്ന് പോകുന്ന സമയത്ത് ഞാൻ വചനം പാലിക്കാനായിട്ട് പോവുകയാണെന്ന് പറയാറുണ്ടോ? ഞാൻ എൻ്റെ മാതാപിതാക്കളോടോ
എൻ്റെ സുഹൃത്തുക്കളോടോ എൻ്റെ സ്നേഹിതരോടോ ഇടപെടുവാനായിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ വചനം പാലിക്കാനായിട്ട് പോകുന്നതാണ് എന്ന് ഞാൻ പറയുന്നുണ്ടോ? ഇത് ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ വചന ശ്രവണം നടക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ നടക്കേണ്ട ഒരു കാര്യമാണ് വചന പാലനം എന്ന് പറയുന്ന ഒരു തലം. വചനം പാലിക്കുന്ന ഒരു വ്യക്തി ആഴത്തിൽ കുഴിച്ച് പാറയിൽ അടിസ്ഥാനമിട്ട മനുഷ്യനോട് തുല്യനാണെന്നുള്ളതാണ്. ഇത് വളരെ ശ്രദ്ധേയമായൊരു തലമാണ്. ആഴത്തിൽ കുഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആഴത്തിൽ കുഴിച്ചാലുണ്ടാകുന്ന പ്രയോജനം അതിന് കൂടുതൽ ഉറപ്പുണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസമാകുന്ന ഭവനം നമ്മൾ പണിയുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലൊരു കുഴി കുഴിക്കേണ്ടതുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആഴത്തിൽ കുഴിച്ചതിൻ്റെ അഗാധങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് അഗാധങ്ങളിൽ നിന്ന് തന്നെ നാം പാറ കെട്ടി പൊക്കി വേണം നമ്മുടെ വീട് പണിയാൻ തക്കവണ്ണം. പക്ഷെ ഇന്ന് പലപ്പോഴും കാണുന്നത് ആഴത്തിൽ കുഴിക്കുന്ന രീതി കാണുന്നില്ല. കെട്ടിട നിർമ്മാണത്തിൻ്റെ ശൈലികളൊക്കെ ഈ കാലഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ കോൺക്രീറ്റിൽ കോളങ്ങളൊക്കെ ഇട്ടിട്ട് ബെൽറ്റൊക്കെ വാർത്ത് കെട്ടിടങ്ങൾ നിർവഹിക്കുന്ന ഒരു ശൈലിയാണ് ഇന്ന് കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. പണ്ട് കാലത്തെ ഒരു രീതിയായിരുന്നു കൂടുതൽ ആഴത്തിൽ മണ്ണ് കുഴിച്ച് അവിടെ നന്നായി കല്ല് കെട്ടി പൊക്കി ആ തരത്തിൽ ചെയ്യുന്ന രീതി. പക്ഷെ ഇന്ന് പലപ്പോഴും പല ഭവനങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ ഫ്ലാറ്റുകൾ പോലും പലപ്പോഴും പണിയുന്നത് കാണുന്നത് ഈ ഒരുപാട് ആഴത്തിൽ കുഴിക്കാതെയുള്ള പ്രതലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് അത്തരത്തിൽ ബീമുകളും കോളങ്ങളും എല്ലാം വാർത്തിട്ട് പണിയുന്നതായിട്ടാണ് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം അതുപോലെ ആകരുതെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. കൂടുതൽ ആഴത്തിൽ കുഴിക്കേണ്ടിയിരിക്കുന്നു. വളരെ ആഴത്തിൽ കുഴിച്ച് ആഴത്തിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ നിർമ്മാണം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കുഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അധ്വാനമുള്ള ഒരു പ്രവൃത്തിയാണ്. ദൈവസന്നിധിയിൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭവനം നാം പടുത്തുയർത്തുമ്പോൾ വളരെ നാം പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കുഴിക്കുക എന്ന് പറഞ്ഞാൽ, ആഴത്തിൽ കുഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം വിയർക്കണം, നല്ലവണ്ണം അധ്വാനിക്കണം. ആ തലത്തിൽ മാത്രമാണ് ആഴത്തിൽ കുഴിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ജീവിക്കുകയും വളരുകയും ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാം ആഴത്തിൽ നമ്മുടെ ജീവിതത്തെ കുഴിച്ചെടുക്കണം. അതിനുവേണ്ടി അധ്വാനിക്കണം. സഹോദരങ്ങളെ, അധ്വാനമില്ലാത്ത വിശ്വാസത്തിൻ്റെ പടുത്തുയർത്തൽ എന്ന് പറയുന്നത് അത് വ്യർത്ഥമാണെന്ന് നമുക്ക് മനസ്സിലാകേണ്ടിയിരിക്കുന്നു. അധ്വാനമില്ലാതെ ഇന്ന് പലരും വിശ്വാസത്തെ പടുത്തുയർത്താനായിട്ട് ശ്രമിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രസംഗിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു ജോലിയാണ്. കാരണം ഏതെങ്കിലും ഒരു പ്രസംഗപീഠത്തിൽ കയറി നിന്നിട്ട് നല്ലവണ്ണം വായിൽ വരുന്നതൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. പ്രസംഗിക്കുക വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ്. പക്ഷെ പ്രവർത്തിക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അധ്വാനം വേണം. പ്രവർത്തിക്കുക എന്ന് പറയുന്നതിൻ്റെ മുൻപിൽ വിയർപ്പ് വേണം. പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ പിന്നിൽ വളരെ സ്ട്രെയിൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ പല ആളുകളും ഇന്ന് പ്രസംഗത്തിന് വലിയ താല്പര്യമാണ്, പ്രവർത്തിക്കാനായിട്ട് വലിയ താല്പര്യമില്ലെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ അടുത്ത കാലത്ത് ഒരു സുവിശേഷ യോഗം നടന്ന സമയത്ത് ആ സുവിശേഷ യോഗത്തിന് വേണ്ടിയിട്ട് ഭവന സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് ചില സഹോദരങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ ഒരു ശ്രമം ഞാൻ നടത്തി. സത്യത്തിൽ ആ ശ്രമം പരാജയപ്പെട്ടു എന്ന് തന്നെ എനിക്ക് മനസ്സിലാകുകയാണ്. കാരണം മറ്റൊന്നുമല്ല, പ്രസംഗത്തിൻ്റെ സമയത്തോ ശുശ്രൂഷയുടെ സമയത്തോ എല്ലാവരും സ്റ്റേജിലുണ്ട്, മുന്നിലുണ്ട്. പക്ഷേ അതിന് മുൻപ് ആഴത്തിൽ കുഴിക്കുക എന്നുള്ള ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ചില ഭവനങ്ങൾ സന്ദർശിക്കാനും ചില നോട്ടീസുകൾ വിതരണം ചെയ്യാനും ആ തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പല ആളുകൾക്കും മടിയാണ്, അസ്വസ്ഥതയാണ്, തളർച്ചയാണ്. കാരണം മറ്റൊന്നുമല്ല, ആഴത്തിൽ കുഴിക്കുക എന്ന് പറഞ്ഞാൽ അധ്വാനമുള്ളൊരു തലമാണ്. കുഴിച്ച് ആ കുഴിയുടെ പുറത്ത് ആ കുഴിയിൽ നിന്ന് പാറകെട്ടി വിശ്വാസത്തിൻ്റെ ഭവനം പണിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഉയർച്ചയുടെ ഒരു തലം കടന്നു വരുന്നത്. യഥാർത്ഥ വിശ്വാസത്തിൻ്റെ, യഥാർത്ഥ ദൈവാനുഭവത്തിൻ്റെ തലം കടന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ആഴത്തിൽ കുഴിച്ചിട്ട് ആ പ്രതലത്തിൽ കല്ല് കെട്ടി പൊക്കുന്ന ഒരു തലം നാം ഇങ്ങനെ ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. ആഴത്തിലൊരു വീട് പണിയാൻ തക്കവണ്ണം വളരെ ആഴത്തിൽ ഫൗണ്ടേഷൻ എടുത്തു കഴിഞ്ഞിട്ട് ആ കല്ലൊക്കെ കെട്ടി അത് വളരെ ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് അത് വീണ്ടും ആ പഴയ മുറ്റത്തിൻ്റെ ആ പഴയ പ്രതലത്തിൻ്റെ അതേ ലെവലിലേക്ക് ഇത് കെട്ടി പൊക്കി കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് മണ്ണൊക്കെ ഇട്ട് ഇതങ്ങ് മൂടിക്കഴിഞ്ഞാൽ ഈ ആഴത്തിലേക്ക് പോയ സാധനത്തെ പിന്നെ കാണാനില്ല നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് വളരെ ശ്രദ്ധേയമായൊരു സന്ദേശമാണ്. ആഴത്തിലേക്ക് പോകുന്ന സാധനത്തെ പിന്നീട് പുറമേ നമുക്ക് കാണണമെന്നില്ല. പക്ഷേ ഈ പുറമേ കാണുന്ന സ്ട്രക്ചറിനെ മൊത്തത്തിൽ പിടിച്ചു നിർത്തുന്നത് ഈ ആഴത്തിലേക്ക് പോയ പ്രതലമാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സഹോദരങ്ങൾ, ഇത് ആത്മീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. പുറമേ നിന്ന് നോക്കിയാൽ കാണാത്ത ആത്മീയതയുടെ ചില ആഴമുള്ള അടിസ്ഥാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത് പലപ്പോഴും അനേകരുടെ ജീവിതത്തിലില്ല.
ഇന്ന് സുവിശേഷം പ്രസംഗിക്കുകയും ദൈവവചനത്തിനൊത്ത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന നൂറുകണക്കിന് വ്യക്തികളെ എടുക്കുമ്പോൾ അതിൽ ഒരു 10% അല്ലെങ്കിൽ 5% വ്യക്തികളിൽ മാത്രമാണ് ഈ ഒരു തലം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എല്ലാവരും പുറമേ വീട് പണിയാനായിട്ട് നോക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ പുറമേയുള്ളവർ അറിയാത്ത ഒരാത്മീയതയുടെ ഭാഗം നമ്മളുടെ ഉള്ളിൽ ആഴ്ന്നു നിൽക്കേണ്ടതുണ്ട്. അതേതാണ്? പുറമേയുള്ളവർ കാണാത്ത, പുറമേയുള്ളവർ അറിയാത്ത, ബാഹ്യമായി തിരിച്ചറിയാത്ത ചില ആത്മീയതയുടെ ആഴമുള്ള തലങ്ങൾ. ആ തലങ്ങളാണ് എൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തേണ്ടത്. സത്യത്തിൽ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, ഇങ്ങനെയുള്ള തലങ്ങളെല്ലാം ഈ ആഴത്തിലേക്ക് പണിയപ്പെട്ട, ആഴത്തിൽ നിന്ന് പാക്ക് ചെയ്ത് ഉയർത്തിയിരിക്കുന്ന കല്ലുകൾക്ക് തുല്യമാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. വ്യക്തിപരമായ പ്രാർത്ഥന ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ വചനത്തിനും വേണ്ടി നിൽക്കുന്ന അനേക ജീവിതത്തിൽ ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങൾ പലപ്പോഴും ദൈവസ്നേഹത്തിൻ്റെ നിറവ് ഇല്ലാത്ത പ്രസംഗങ്ങളായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പലരും ഉള്ളിലുള്ള ആത്മാവിനെ ഒരു തരത്തിൽ വളരെ ഞെക്കിപ്പിഴിഞ്ഞ് പുറത്തെടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് പല പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അഭിഷേകത്തിൻ്റെ തലം പലയിടത്തും കാണാനായിട്ട് സാധിക്കില്ല. ചില വ്യക്തികൾ ഭയങ്കരമായിട്ട് ശബ്ദമെടുത്തൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ അവരുടെ പ്രസംഗങ്ങൾ വലിയ അഭിഷേകം പലപ്പോഴും അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ചിലർ പ്രസംഗം പറയുന്നത് വളരെ ശാന്തമായിട്ടായിരിക്കും. ചില വാക്കുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. പക്ഷെ അങ്ങനെ പറഞ്ഞു പോകുന്ന ചില സന്ദേശങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായ അഭിഷേകം, സ്പർശനം, ദൈവാത്മാവിൻ്റെ നിറവ്, കണ്ണുനീര് വരുന്ന അനുഭവങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? പലരും പുറമേ ഒരുപാട് വലിയ വീട് പണിയുന്നു, പക്ഷേ ഈ പ്രാർത്ഥന എന്ന ആഴത്തിലുള്ള ഭവനം പണിയപ്പെട്ടിട്ടില്ല. പ്രാർത്ഥന എന്ന ആഴത്തിലുള്ള ഭവനം പണിയപ്പെട്ടാലുണ്ടല്ലോ, അവിടെയാണ് യഥാർത്ഥത്തിൽ അഭിഷേകമുള്ള ശുശ്രൂഷകരായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ആരും കാണാത്ത, പുറമേയുള്ളവരറിയാത്ത ചില കല്ലുകൾ എൻ്റെ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയിൽ നിന്ന് തന്നെ കെട്ടിപ്പൊക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുക. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മൾ ആത്മീയ മക്കളാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആത്മീയമായി ജീവിക്കുന്ന വ്യക്തികളാണ്. ആത്മീയമായി ജീവിക്കുന്ന നാം ഓരോ വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം ഈ മറ്റുള്ളവർ അറിയാത്ത ആത്മീയതയുടെ ഒരു അടിസ്ഥാനം, മറ്റുള്ളവർ പുറമേ നോക്കിയാൽ കാണാത്ത ആത്മീയതയുടെ ഒരു അടിസ്ഥാനം ശക്തമായി പണിതുയർത്താനായിട്ട് സാധിക്കട്ടെ എന്നുള്ള സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുക. ഈ പാറപ്പുറത്ത് പണിത വീടിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോടടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കുന്നത് കൊണ്ട് അത് ഇളകിപ്പോയില്ല. പക്ഷേ അത് കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു, ആ വീടിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ആത്മീയ ഗോളത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് വ്യക്തികളെക്കുറിച്ച് കർത്താവ് പറയുന്ന ഒരു ഭാഗമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക. വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമായി വന്നപ്പോൾ, ഇവിടെ ശ്രദ്ധിക്കണം, വെള്ളപ്പൊക്കം വന്ന് അതിൻ്റെ ഒഴുക്ക് ഭിത്തിയിൽ അടിച്ചപ്പോൾ അത് തകർന്നു പോകുന്നു എന്നാണ് പറയുക. സഹോദരികളെ, ഈ വെള്ളം എന്ന് പറയുന്നത്, ജലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ജലം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിനെ ഈ തലത്തിലാണ് കാണുക, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ് ഉണ്ടാവുക എന്ന് തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, കുത്തൊഴുക്ക്, ജീവജലത്തിൻ്റെ അരുവിയായി, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിലായി, അല്ലെങ്കിൽ പെരുവെള്ളച്ചാറ്റം പോലെ പരിശുദ്ധാത്മാവിൻ്റെ കുത്തൊഴുക്ക് ഈ വിശ്വാസത്തിൽ പണിത വീട്ടിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കുത്തൊഴുക്ക് കടന്നു വരുന്ന സമയത്ത് ഈ അടിയിലേക്ക് പാറയുടെ അടിസ്ഥാനമുള്ള വീടാണെങ്കിൽ ആത്മാവിൻ്റെ നിറവ് ആ വീട്ടിലുണ്ടായാലും അത് കുലുങ്ങാതെ നിൽക്കും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അടിസ്ഥാനം പണിതില്ലെങ്കിലോ ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുണ്ടാകുമ്പോൾ അത് തകർന്നു വീഴുമെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൽ കത്തി നിൽക്കുന്ന പല വചന ശുശ്രൂഷകരും വളരെ പെട്ടെന്ന് തകർന്നടിഞ്ഞു പോകുന്നത് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു നിത്യമായ കാഴ്ചയാണ്. പലരും തകർന്നടിഞ്ഞു പോവുകയാണ്. അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ തകർച്ചകളായി, അവരുടെ കുടുംബത്തിൽ തകർച്ചകളായി, രോഗങ്ങളായി, പ്രയാസങ്ങളായി, അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകേണ്ടതായിട്ട് കടന്നു വരുന്നു. പല ശുശ്രൂഷകളും തകർന്നടിഞ്ഞു പോയിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒത്തിരി ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചിട്ടുള്ള ആളുകൾ തകർന്നില്ലാതെയായി പോയിരിക്കുന്നത് കാലഘട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, എന്താണ് അതിൻ്റെ കാരണം? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കടന്നു വരുമ്പോൾ ശക്തമായ അടിസ്ഥാനമില്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ ഭവനത്തിലും നിലനിൽക്കാൻ കഴിയില്ല. ഇതിൻ്റെ സമാപനം കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്.
ആ വീടിന്റെ വീഴ്ച വലിയതുമായിരിക്കുമെന്നാണ് പറയുക. ഇത് ശ്രദ്ധിക്കണം, ആ വീടിന്റെ വീഴ്ച വലിയതുമായിരിക്കുമെന്നാണ് പറയുക. പ്രാർത്ഥനയുടെ പുറമേയുള്ള ആളുകൾ കാണാത്ത ബാഹ്യമായ ആത്മീയതയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആന്തരികമായ ഒരു അടിത്തറ, ആത്മീയ അടിത്തറ ഇല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിലനിൽക്കാൻ കഴിയുകയില്ല എന്നുള്ള സന്ദേശമാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഉറപ്പോടെ നിൽക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ള സന്ദേശമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒരു കുത്തൊഴുക്ക് പോലെയാണ്. ശക്തമായ പ്രവർത്തനമാണ് പരിശുദ്ധാത്മാവിൻ്റെത്. ആത്മാവ് ഇങ്ങനെ ഒഴുകി വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒഴുകി കടന്നു വരുമ്പോൾ, നമ്മളുടെ ജീവിതത്തെ മുക്കാനായിട്ട് പരിശുദ്ധാത്മാവിൽ മുക്കി കുളിപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, അവിടെ പ്രാർത്ഥനയുടെ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ആത്മാവിന്റെ സാന്നിധ്യത്തെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഉറപ്പുള്ള ഗോപുരങ്ങളായി, ആത്മാവിന്റെ നിറവുള്ള ഗോപുരങ്ങളായി നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള സന്ദേശമാണ് കർത്താവ് നമുക്ക് ഈ വചന ഭാഗത്തൂടെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമുക്ക് ചില തിരുത്തലുകളൊക്കെ വരുത്തട്ടെ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ സുവിശേഷപരമായ പ്രവൃത്തികൾ, നമ്മുടെ വചന ശുശ്രൂഷ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഇവിടെയൊക്കെ ഒത്തിരി 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 തിരുത്തുകൾ വരുത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ബാഹ്യമായ പ്രാർത്ഥനകളിലോ വാക്കുകളിലോ ഒളിഞ്ഞു കിടക്കുന്ന ചില അനുഭവങ്ങളല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി ആത്മീയമായ ആന്തരികമായ ഒരു അടിത്തറ ഉണ്ടാകണം. ആ അടിത്തറ പുറമേ ഉള്ളവർ നോക്കിയാൽ കാണില്ല. ആ അടിത്തറ ഉണ്ടാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആഴത്തിൽ കുഴിക്കണം, നല്ലവണ്ണം അധ്വാനിക്കണം. നല്ലവണ്ണം ആഴത്തിൽ കുഴിച്ച് അധ്വാനിച്ചതിന് ശേഷം അവിടെ കെട്ടിപ്പണിയുന്ന ചില കല്ലുകളുണ്ട്. ആ കല്ലൊക്കെ കെട്ടിയങ്ങ് പൊക്കിക്കഴിഞ്ഞിട്ട് മണ്ണിട്ടങ്ങ് മൂടുമ്പോൾ ആ കല്ലിന്റെ ചില പ്രതലങ്ങൾ മാത്രമേ പുറത്ത് കാണുള്ളൂ. അടിമുതലുള്ളോ ഒന്നും പിന്നെ പുറത്ത് കാണുകയില്ല. സഹോദരങ്ങളെ, അതിന്റെ പുറത്ത് വിശ്വാസത്തിന്റെ ഭവനം പണിയപ്പെടട്ടെ. അപ്പോൾ വിശ്വാസത്തിന്റെ ഭവനത്തിന്റെ അടിയിൽ എന്നും ഉറപ്പുള്ള അടിസ്ഥാനമായി പാറയുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകണം, പ്രാർത്ഥനയുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകണം, ബാഹ്യമായ ആളുകൾ കാണാത്ത ആ സൗന്ദര്യം ഉണ്ടാകണം എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. സഹോദരങ്ങളെ, പുറമേയുള്ള വീടിന് എത്ര സൗന്ദര്യം ഉണ്ടായിട്ടും എന്ത് ഫലം? അടിസ്ഥാനം ഉറപ്പുള്ളതല്ലെങ്കിൽ വീടിന്റെ സൗന്ദര്യം നൈമിഷികമാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരുപക്ഷെ നല്ല ഭംഗിയുണ്ടാകാം, നിന്റെ വചന ശുശ്രൂഷയ്ക്ക്, നിന്റെ പ്രാർത്ഥനാ കൂട്ടായ്മ ലീഡ് ചെയ്യുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീ ജീവിക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ടൊക്കെ തോന്നാം. നീ നടത്തുന്ന ഗാന ശുശ്രൂഷ, നീ പാട്ടുപാടുമ്പോൾ അത് വളരെ സ്വീറ്റാണ്, വളരെ അനുഗ്രഹമാണ്, അഭിഷേകമാണെന്നൊക്കെ മറ്റുള്ളവർ ഒരുപക്ഷെ പറയാം. നീ ഒരു പ്രാർത്ഥന ലീഡ് ചെയ്യുമ്പോൾ അത് ഒത്തിരി നല്ലതാണെന്ന് പറയാം. എൻ്റെ സഹോദര, മനോഹരമായ പ്രാർത്ഥനയുടെ ഭവനം നീ പണിയുമ്പോൾ, പ്രാർത്ഥനയുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനശില നീ ഇട്ടില്ല എങ്കിൽ അത് തകർന്നു പോകും. പരിശുദ്ധാത്മാവിന്റെ കുത്തൊഴുക്ക് നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ഉറപ്പോടെ നിൽക്കാൻ കഴിയുകയില്ല എന്ന സന്ദേശമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുക. അതുകൊണ്ട് കർത്താവേ എന്ന് നാം വിളിക്കുന്നത് ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാവട്ടെ. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടുള്ള വിശ്വാസത്തിന്റെ ഭവനം നാം പണിയുന്നത് ഈ ആഴങ്ങളിലേക്ക് പോയിട്ടുള്ള അടിസ്ഥാനത്തിന്റെ തലത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷ അവസാനം